ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിന് ശേഷമുള്ള സുവിശേഷങ്ങളിലൂടെയുള്ള ഈ യാത്രയിൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം കർത്താവിൻ്റെ രാജ്യത്വത്തെ തെളിയിക്കുന്ന ദ പ്രൂഫ് ഓഫ് ദ കിങ്, അത് പ്രൂവ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം അവൻ രാജാവാണെന്നുള്ളതിന് ഒന്നാമത്തെ കാര്യം ആദ്യത്തെ 4 വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അതവൻ്റെ ശക്തി. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അവൻ കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞു. പുരോഹിതനാണ് മാത്രമേ ഉള്ളൂ ശുദ്ധമായെന്ന് പറയാനുള്ള അവകാശം. കുഷ്ഠരോഗിയുടെ വടിവേൽ തൊട്ടാൽ പുരോഹിതന് കുഷ്ഠരോഗം പകരുക. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെ കാണിക്കുന്ന, തൻ്റെ രാജ്യത്വത്തെ കാണിക്കുന്ന ആ പാപമാകുന്ന കുഷ്ഠത്തെ മാറ്റുവാൻ അവൻ്റെ ഉള്ള ആ ശക്തി അവനിൽ നിന്ന് പുറപ്പെടുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ അവൻ മോശയുടെ ന്യായപ്രമാണത്തെ മാറ്റുന്നില്ല. അതുകൊണ്ടാണ് അവൻ ചെന്ന് പുരോഹിതനെ കാണിക്കണം, ഞാൻ ചെയ്തത് ആരോടും പറയുകയും വേണ്ട. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓവർ ഡിഫൈൽമെൻറ്റിനെ പറ്റിയാണ്, പവർ ഓഫ് ഡിഫൈൽമെൻറ്റ് കാണുവാനായിട്ട് സാധിക്കും. 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ കഫർനഹൂമിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്നവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. അവനവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യൻ ആവുന്നു. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാനൊരുവനോട് പോകാ എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തിനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. എന്ന് ഞാൻ നിങ്ങളോട് പറയും. പിന്നെ യേശു ശതാധിപനോട്, പോകാം, നീ വിശ്വസിച്ച പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. ഇത് പവർ ഓവർ ഡിസ്റ്റൻസ്. എത്ര ദൂരമാണെങ്കിലും ഒരു രാജാവിൻ്റെ അധികാരത്തെ കാണിക്കുന്നതാണ്. മൂന്നാമതായി അവൻ്റെ പവർ ഓവർ ഡിസീസാണ് 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത്. യേശു പത്രോസിൻ്റെ വീട്ടിൽ വന്നാറ് അവൻ്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കൈ തൊട്ടു, പനി അവളെ വിട്ടു. അവൾ എഴുന്നേറ്റു, അവർക്ക് ശുശ്രൂഷ ചെയ്തു. വൈകുന്നേരം ആയപ്പോൾ പലവിധ ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നുവെന്ന് യെശയ്യാപ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പവർ ഓവർ ഡിസീസ്, അവൻ്റെ രാജ്യത്വത്തിൻ്റെ ആ പവർ. ഏത് രോഗത്തെയും വന്ന് എല്ലാവരെയും സൗഖ്യമാക്കുന്ന, എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന യേശുവാണ് കാണുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അടുത്തത് പവർ ഓവർ ഡിസൈപ്പിൾസ്. 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ അവൻ്റെ ശിഷ്യന്മാരുടെ മേലെ അവന് അധികാരമുണ്ട്. 18-ാം വാക്യത്തിൽ മത്തായി അധ്യായം 8, 18 മുതലുള്ള വാക്യങ്ങളിൽ, എന്നാൽ യേശു തൻ്റെ ചുറ്റും വളരെ പുരുഷാരം കണ്ടാറെ അക്കരയ്ക്ക് പോകുവാൻ കൽപ്പിച്ചു. അന്നൊരു ശാസ്ത്രി അവൻ്റെ അടുക്കൽ വന്ന്, ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. യേശു അവനോട്,
കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു. ശിഷ്യന്മാരിൽ വേറൊരുത്തനവനോട്, കർത്താവേ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ അടക്കം ചെയ്യുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. യേശു അവനോട്, നീ എൻ്റെ പിന്നാലെ വരിക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോടുള്ള യാതൊരു കോംപ്രമൈസും ഇല്ലാതാണ് പറയുന്നത്. ഒരുവൻ കർത്താവിനെ അനുഭവിപ്പാൻ നിശ്ചയിച്ചാൽ അപ്പൻ്റെ ശവടക്കം പോലും കൂടരുതെന്നല്ല ഇതിൻ്റെ അർത്ഥം. എല്ലാം വിട്ട് അനുഗമിക്കുന്ന ഒരു വലിയ, അതാണ് യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിലുള്ള ശിഷ്യഗണങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള അനുഭവം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പവർ ഓവർ ദ ഡീപ്പ് 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അവനൊരു പടകിൽ കയറിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. അവൻ ഉറങ്ങുകയായിരുന്നു. അവരടുത്ത് ചെന്ന്, കർത്താവെ, രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാവുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. എന്നാറേ ആ മനുഷ്യർ അതിശയിച്ചു. ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് എത്ര പവർ ഓവർ ഡീപ്പ്, എത്ര താണിറങ്ങിയ വിഷയമാണെങ്കിലും കർത്താവിന് അതിന്മേലുള്ള അവകാശവും അധികാരവുമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൻ്റെ മറ്റൊരു കാര്യമാണ് 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ. കർത്താവായ യേശു ക്രിസ്തുവിന് ഭൂതങ്ങളുടെ മേലുള്ള അധികാരം, പവർ ഓവർ ഡീമൻസ്. അവനക്കരെ ഗദരേനരുടെ ദേശത്തെത്തിയാറെ 2 ഭൂതഗ്രസ്തർ ശവക്കാരിൽ നിന്ന് പുറപ്പെട്ടവനെതിരെ വന്നു. അവർ അത്യുഗ്രന്മാരായിരുന്നുകൊണ്ട് ആർക്കും ആ വഴി നടന്നുകൂടാഞ്ഞു. അവർ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത്? സമയത്തിന് മുമ്പേ ഞങ്ങളെ നിന്ദിപ്പിക്കുവാൻ ഇവിടെ വന്നുപോയി എന്ന് പറഞ്ഞു. അവർക്കകലെ വലിയൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ഭൂതങ്ങൾ അവനോട്, ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമെന്ന് അപേക്ഷിച്ചു. പൊയ്ക്കൊള്ളുവീൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുറപ്പെട്ട് പന്നികളിലേക്ക് ചെന്നു. ആ കൂട്ടമെല്ലാം കടും തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞു വെള്ളത്തിന്മേൽ മുങ്ങി ചത്തു. മേയ്ക്കുന്നവർ ഓടി പട്ടണത്തിൽ ചെന്ന് സകലവും ഭൂതഗ്രസ്തരുടെ വസ്തുത അറിയിച്ചു. ഉടനെ പട്ടണമെല്ലാം പുറപ്പെട്ട് യേശുവിനെതിരെ ചെന്നു. അവനെ കണ്ടാറെ തങ്ങളുടെ അതിർ വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വം എന്നുള്ളതിന് ഒന്നാമത് താൻ പരസ്യമായിട്ട് കാണിച്ച തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ 1-ാം ഘട്ടത്തിൽ സംഭവിച്ചതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ചത്. കർത്താവിന് കുഷ്ഠരോഗിയുടെ മേലുള്ള പവർ, ദൂരത്തിൻ്റെ മേലുള്ള പവർ, കർത്താവിന് രോഗങ്ങളുടെ മേലുള്ള പവർ, കർത്താവിന് എത്ര താണവിഷയം ആഴത്തിന്മേലുള്ള പവർ, ഭൂതങ്ങളുടെ മേലുള്ള പവർ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ നോമ്പിന് ശേഷമുള്ള സുവിശേഷങ്ങളിലൂടെ ഞങ്ങളെ യാത്ര ചെയ്യുമ്പോൾ ഈ കഴിവുകളുള്ള ഈ യേശുവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മേൽ ഉള്ള ഇപ്രകാരമുള്ള വിഷയങ്ങളുടെ മേൽ തമ്പുരാൻ അത്ഭുതം പ്രവർത്തിച്ച് ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഇത് അനുഗ്രഹമാക്കി കൊടുക്കണം. പ്രകാരമുള്ള എല്ലാ കുടുംബങ്ങളുടെ മേലും ദൈവത്തിൻ്റെ ശക്തി പകരണം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം. യേശു മൂലം തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.